ഒരു കപ്പിളിന് എത്ര നാൾ വരെ സെക്ഷൽ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവ് എങ്ങനെ എത്ര വയസ്സ് വരെ മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് നോക്കാം. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ലൈഫ് സ്പാൻ ഏകദേശം 80 മുതൽ 83 വയസ്സൊക്കെയായി മാറിയിട്ടുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. നമുക്കിനി സെക്ഷൽ ആക്ടിവിറ്റി എവിടെ വരെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, സെക്ഷൽ ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഡോപ്പാമിൻ, അതായത് ഹാപ്പി ഹോർമോൺ, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സെക്ഷൽ ആക്ടിവിറ്റി നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് സെക്ഷൽ ആക്ടിവിറ്റി എത്ര നാൾ നിലനിൽക്കുന്നോ അത്രയും നമ്മുടെ കപ്പിൾസിന്റെ ഇടയിലുള്ളൊരു ബോണ്ടിങ് ഉണ്ടാവുക ചെയ്യുന്നു. ഇതിന്റെ ഒരു സയന്റിഫിക് റീസൺ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് മെനോപോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹോർമോൺസിന്റെ ലെവല് കുറയുകയാണ്. അതായത് ഈസ്ട്രോജന്റെ അളവ് ബോഡിയിൽ വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ഇത് കാരണം ഇത് വജൈനൽ ഉള്ളിലെ സ്കിന്ന്, അതായത് ഭയങ്കര കട്ടിയുള്ള ഒരു സ്കിന്നല്ല നമ്മുടെ വജൈനൽ ഉള്ളിലുള്ളത്, അത് സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ സ്കിന്നിന് ലൈനിങ് ഉണ്ടാകും. അതായത് വജൈനൽ ലൈനിങ് ഹോർമോൺ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ വജൈനൽ ലൈനിങ് തിന്നാകാൻ തുടങ്ങും. ഇതുമൂലം ഇമ്മ്യൂണിറ്റി കുറയുകയും ആ ഏരിയയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ വജൈനൽ ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനസും ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇത് എങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ, ഈ വജൈനൽ മ്യൂക്കസിന് നമുക്ക് ലോക്കൽ ഈസ്ട്രോജൻ, അതുപോലെ തന്നെ ക്രീമുകൾ, ടാബ്ലറ്റുകളുണ്ട്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ ശരിയാക്കാം. ഇതിന് ശേഷവും സെക്ഷൽ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. കാരണം സെക്ഷൽ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ വജൈന നോർമലാകും. അതുപോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറൽ ലൂബ്രിക്കന്റ് വരുന്നുണ്ട്. ഈ നാച്ചുറൽ ലൂബ്രിക്കേഷനിൽ അണുക്കളെ കൊല്ലാനുള്ള സബ്സ്റ്റൻസും ഉണ്ട്. ഇനി റെഗുലർ സെക്സ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നാച്ചുറൽ ലൂബ്രിക്കന്റ് ഉണ്ടാകുകയും അവിടെ അണുക്കളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ മെത്തേഡ് ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആകുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വജൈനൽ ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ, ഇതൊക്കെ മാറാനായിട്ടും കഴിയുന്നു. ഇനി അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോണ്ടിൽ കൂടുതലാകുകയും അതുപോലെ കോൺഫിഡൻസ് ലെവൽ കൂടും ആണുങ്ങൾക്ക്. അതായത് പുരുഷന്മാരിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ആൻഡ്രോപോസ് എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതായത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും വരുന്നുണ്ട്. ഡയബറ്റിക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൻഡ്രോപോസ് സംഭവിക്കാം. ഇതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ റെഗുലർ സെക്സ് ആക്ടിവിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇതിന് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തും അതുപോലെ തന്നെ ഇതിന്റെ പോസിറ്റീവ് സൈഡൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഒരു ലോങ് ടൈം സെക്ഷൽ ആക്ടിവിറ്റി സബ്സ്റ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഇതിലെ പോസിറ്റീവ് സൈഡ് പറഞ്ഞ് മനസ്സിലാക്കുക, അതുപോലെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഒരു ലോങ് ടൈമിലേക്കുള്ള സെക്ഷൽ ആക്ടിവിറ്റി സസ്റ്റെയിൻ ചെയ്യാൻ